നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര പിഴവുകൾ. തെളിവുകൾ ശേഖരിക്കാതെയും പ്രധാന മൊഴികൾ രേഖപ്പെടുത്താതെയുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മെമ്മറി കാർഡ് പരിശോധിച്ചവരുടെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തിയ ജഡ്ജ് ഹണി എം വർഗീസ് ശ്രമിച്ചില്ല. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് അതിജീവിതയുടെ ആക്ഷേപം. ജഡ്ജി ഹണി എം വർഗീസ് ഹൈക്കോടതിയിൽ നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ ആദ്യ ഭാഗം മുതൽ അവസാന ഭാഗം വരെ പിഴവുകളുടെ ഘോഷയാത്ര, പരസ്പര വിരുദ്ധമായ മൊഴികൾ, തെളിവില്ലാത്ത ആരോപണങ്ങൾ, ഇങ്ങനെ നീളുന്നു വീഴ്ചകളുടെ പട്ടിക. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചത് ഏത് ഇലക്ട്രോണിക് ഉപകരണത്തിലാണെന്ന റിപ്പോർട്ടിൽ വ്യക്തമല്ല. മെമ്മറി കാർഡും പെൻഡ്രൈവും ലീന റഷീദ് വീട്ടിൽ സൂക്ഷിച്ചെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സെഷൻസ് കോടതിയിലെ ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹനും മെമ്മറി കാർഡ് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇരുവരും ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടത്തിയില്ല. സ്വന്തം കോടതിയിലെ ഉദ്യോഗസ്ഥൻ മെമ്മറി കാർഡ് വിവോ ഫോണിൽ പരിശോധിച്ചെന്ന് കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാൻ ഹണി എം വർഗീസ് തയ്യാറായില്ല. നിയമവിരുദ്ധ പരിശോധനകളെ നിയമാനുസൃത പരിശോധനകളാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചവർ ആരാണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും അന്വേഷിക്കാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. പരാതിക്കാരിയായ അതിജീവിതയുടെ ഭാഗം കേൾക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഈ രണ്ട് നിർദ്ദേശങ്ങളും ജഡ്ജി ഹണി എം വർഗീസ് അട്ടിമറിച്ചു. നടിയാക്രമിച്ച കേസിലെ സുപ്രധാന തെളിവാണ് മെമ്മറി കാർഡ്. ഇത് വ്യക്തമായി അറിയുന്ന ജുഡീഷ്യൽ ഓഫീസറും കോടതി ജീവനക്കാരും ലാഘവത്തോടെയാണ് മെമ്മറി കാർഡ് കൈകാര്യം ചെയ്തത്. മെമ്മറി കാർഡ് അന്വേഷണത്തിലെ പിഴവുകൾ ബോധപൂർവമാണെന്ന ആരോപണം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. സഹപ്രവർത്തകരായ ജുഡീഷ്യൽ ഓഫീസറെയും ജീവനക്കാരെയും സംരക്ഷിക്കാൻ അന്വേഷണം അട്ടിമറിച്ചെന്നാണ് അതിജീവിത ഉയർത്തുന്ന ആരോപണം. റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.